കേരള ഗ്രാമീൺ ബാങ്ക് ഉളിക്കൽ ശാഖ ഉളിക്കൽ ഗോപാൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ജനറൽ മാനേജർ ചിന്തം രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഗ്രാമീണ ബാങ്ക് ഹെഡ് ഓഫീസിലെ ജനറൽ മാനേജറാണ്. നമ്മുടെ കേരള ഗ്രാമീണ ബാങ്ക് ഈ സ്റ്റേറ്റിൽ 635 ബ്രാഞ്ചസ് ഉണ്ട്. ആ 635 ബ്രാഞ്ചസ് എല്ലാ 14 ഡിസ്ട്രിക്ಟ್ಸ್ 12 ರೀಜನಲ್ ಆಫೀಸ್ ഉണ്ട്. ಈ 635 ಬ್ರಾಂಚ್ ಕಣ್ಣೂರು ರೀಜನಲ್ ಆಫೀಸ್ ನಲ್ಲಿ 50 ಬ್ರಾಂಚ್ಗಳು ಉಂಟು. ಈ 50 ಬ್ರಾಂಚ್ಗಳದ ಉಳಿಕಲ್ ಬ್ರಾಂಚ್ ಒಂದು ಬ್ರಾಂಚ್. ಟುಡೇ ದಿಸ್ ಬ್ರಾಂಚ್ ಐ ಆಮ್ ವೆರಿ எனக்கு വളരെ സന്തോഷമായി. I am very happy to inaugurate this branch today here at Ulikal in the presence of our president KVVES and circle inspector and all important customers. In this situation, I promise on behalf of our Kerala Gramina Bank, with the support of Arati and their team, we will give the best service to our entire area of Ulikal. And for the best service, we also have all type of loan and deposit products. Especially in loan products, whoever want education for their children, we have education loans. റീജിയണൽ മാനേജർ പി സനിമ അധ്യക്ഷയായി. ഉളിക്കൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജിജോ എം തോമസ്, സർക്കിൾ ഇൻസ്പെക്ടർ വി എം ഡോളി, കേരള ഗ്രാമീൺ ബാങ്ക് ശാഖാ മാനേജർ ആരതി ഇ കെ, അസിസ്റ്റന്റ് മാനേജർ അശ്വിനി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഏജനറ്റ് ന്യൂസ്. നമുക്ക് ഈ ഗ്രാമീൺ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ അറിയാം. ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിലാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഉളിക്കലിലെ 2ാം നിലയിൽ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് മനോഹരമായ ഒരു ബിൽഡിങ്ങിലേക്ക് മാറ്റി ഒരു ബാങ്കിൻ്റെ ആഠ്യത്വത്തിലേക്ക് മാറാൻ സാധിച്ചു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെയുള്ള ബാങ്കിങ് മേഖല ഇപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പോലീസിൻ്റെ ഭാഗമാണ് ഞങ്ങൾ എവിടെ ചെന്നാലും സംസാരിക്കാറുള്ളത്. നമ്മളിപ്പോൾ ഈ ബാങ്കിങ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ബാങ്കിങ്, ഇങ്ങനെയുള്ള ലോൺ ആപ്പുകൾ, ഇങ്ങനെയുള്ള തട്ടിപ്പുകളുടെ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? മിക്കവാറും 1-2 പരാതികൾ ഡെയിലി പോലീസ് സ്റ്റേഷനിൽ വരാറുണ്ട്. അപ്പോൾ ഈ മറ്റ് ലോൺ ആപ്പുകളൊക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകർഷകമായ പരസ്യങ്ങൾ അത് വേറെ രീതി മൊബൈൽ വഴി കൊടുക്കുക, അല്ലെങ്കിൽ ന്യൂ ജെൻ മാധ്യമങ്ങൾ വഴി കൊടുക്കുക. എന്നിട്ട് ആളുകളോട് വളരെ പ്രലോഭിപ്പിച്ചതിന് ശേഷം ഇവർക്ക് ലോൺ കൊടുക്കുക. ഈ ലോണുകൾക്കൊരു പ്രത്യേകത, ബാങ്കുകൾ കൊടുക്കുന്നതല്ല, ചെറിയ ചെറിയ ലോണുകളായിരിക്കും. നിങ്ങളാരെങ്കിലും അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. ഒരു 6000 രൂപ ലോൺ അല്ല 9000 രൂപ ലോൺ അതിൽ കൂടുതൽ കൊടുക്കുകയില്ല. കാരണം 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് ചാർജ് ആയിട്ട് കുറച്ചല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ബിസിനസ് ട്രിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 6000 രൂപ 9000 രൂപ കൊടുക്കുന്നു, പലിശ ബാങ്കിൻ്റെയൊക്കെ സമമാണെന്ന് പറയുന്നു. പിന്നെ അതുകൂടാതെ തന്നെ സർവീസ് ചാർജ്, മറ്റ് ചാർജ് എന്നൊക്കെ പറഞ്ഞൊരു 3000 രൂപയോളം, അതായത് 30% പൈസ ഓൾറെഡി അവർ പിടിക്കും. അതിനുശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. ഒരു 9000 രൂപ നമ്മൾ ലോൺ ആപ്പ് ലോൺ എടുത്തു കഴിഞ്ഞാൽ 9000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയല്ലോ, ഒരു 6000 രൂപയുണ്ട്.